വിശുദ്ധി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അതിപരിശുദ്ധി. വെളിപ്പെടുന്ന 1-2 വാക്യങ്ങളുണ്ട്. പക്ഷേ ലൂക്കോസ് സുവിശേഷം തന്നെ, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 49-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാൻ 8:46. തന്റെ ഇടത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ കുറിച്ച് എന്ന് പറഞ്ഞാ നിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കണ്ടു, ഇന്നത് നീ പറഞ്ഞു, ഇന്ന വീട്ടിന്റെ അടുക്കളയുടെ സൈഡിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഒരിക്കൽ കുറെ പുരുഷന്മാർ ചേർന്ന് ഒരു പടർന്ന് പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശ്രദ്ധിച്ചായിരുന്നു ആ ഭാഗം. അപ്പം യേശുവിനെ കൊടുക്കാൻ ചോദിച്ചു. പാപിനിയായി പിടിച്ച ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്, നീ എന്തോ പറയുന്നു? ഈ കേൾക്കണ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ പഠിക്കാതിരിക്കുന്ന പിള്ളേരെ പോലെ എന്ന് പറയാൻ എല്ലാ അറിവ് പ്രാപിക്കാൻ വേണ്ടി യേശുവിനെ കുറിക്കാൻ വേണ്ടി. അപ്പൊ യേശു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയണം. അപ്പം ആദ്യം ഓരോരുത്തരും കല്ല് ഒഴിവാക്കി എന്ത് ചെയ്തു? പോയി. അപ്പൊ അവസാനം യേശുവിനെ കുറിച്ച് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ പണ്ടാരോ പറഞ്ഞത് ഇവര് ചെയ്ത പാപം എഴുതിയത്. എങ്കിൽ കർത്താവിന്റെ വിരള് കാഞ്ഞു പോയത്. കർത്താവ് ഒന്നും അല്ലെങ്കിൽ സ്വതന്ത്രം. അപ്പം ഈ സ്ത്രീയോട് ചോദിക്കണം, സ്ത്രീയെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ആരും ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ യേശു പറഞ്ഞ വാചകം എന്തുവാ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. എന്നിട്ട് യേശു സ്ത്രീയോട് ചോദിക്കണം, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ? കല്ലെറിഞ്ഞില്ലേ? ശിക്ഷ വിധിച്ചില്ലേ? ഇല്ലെന്നൊരു. അപ്പൊ അടുത്ത കർത്താവ് എന്ന് പറയും, ഞാനും നിന്നെ. അതെന്താ അങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞുതരാം. യേശു പറഞ്ഞ വെളിപ്പാട് എന്തുവാ? പാപമില്ലാത്തവൻ ആദ്യം. അങ്ങനെയാണ് ചോദിക്കട്ടെ, അവിടെ കൂടുന്ന പുരുഷന്മാരും ആദ്യം കല്ലെടുത്തറിയാൻ യോഗ്യത ഉള്ള ആരാ? യേശു. പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയണം. യേശു ആദ്യം കല്ലെറിഞ്ഞിരുന്നെങ്കിൽ കല്ലിന്റെ പെരുമഴയായിരുന്നു നേരെ ഇവിടെ. കാരണം രണ്ടാമത് കല്ലെറിയാലോ. കർത്താവ് പറയുക, ഞാനും നിന്നെ. അപ്പം കർത്താവ് അവളെ കുറ്റം വിധിച്ചിരുന്നെങ്കിൽ അവളെ ഡെഡ് ബോഡി ആയിരുന്നു കണ്ടേ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? യേശു സകലത്തിലും നിർമ്മലനായിരുന്നു. യേശുവിൽ